വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. യൂഥിത്തിന്റെ പുസ്തകം 15-ാം അധ്യായം. സംഭവിച്ചതിനെക്കുറിച്ച് കേട്ടപ്പോൾ കൂടാരത്തിലായിരുന്നവർ സംഭ്രാന്തരായി. അവർ ഭയവും വിറയലും ബാധിച്ച് ഒരുവനും അപരനെ കാത്തു നിൽക്കാതെ ശീഘ്രം സമതലത്തിലും മലയിലുമുള്ള പാതയിലൂടെയെല്ലാം ഓടിപ്പോയി. ബത്തൂലിയായ്ക്ക് ചുറ്റുമുള്ള മലമ്പ്രദേശത്ത് പാളയമടിച്ചിരുന്നവരും പലായനം ചെയ്തു. അപ്പോൾ ഇസ്രായേലിൽ യുദ്ധസജ്ജരായ ഓരോ ആളും അവരുടെ മേൽ ചാടി വീണു. ഉസിയ ആകട്ടെ ബത്തോമസ്തായും ബേബായ്, കോബ, കോള എന്നിവിടങ്ങളിലേക്കും ഇസ്രായേലിന്റെ ഓരോ അതിർത്തിയിലേക്കും ആളയച്ച് സംഭവിച്ചതെന്തെന്നറിയിക്കുകയും തങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ എല്ലാവരും തയ്യാറാവാൻ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ട ഇസ്രായേൽക്കാർ ഒറ്റക്കെട്ടായി അവരുടെ മേൽ ചാടി വീഴുകയും കോബ വരെ അവരെ പിന്തുടർന്ന് പ്രഹരിക്കുകയും ചെയ്തു. ജെറുസലേമിൽ നിന്നുള്ളവരും എല്ലാ മലമ്പ്രദേശത്തു നിന്നുള്ളവർ പോലും വന്നു ചേർന്നു. എന്തെന്നാൽ തങ്ങളുടെ ശത്രുക്കളുടെ പാളയത്തിൽ സംഭവിച്ചവ അവരെയും അറിയിച്ചിരുന്നു. ഗിലെയാദിലും ഗലീലയിലും ഉണ്ടായിരുന്നവർ ദമാസ്കസും അതിന്റെ പ്രദേശങ്ങളും എത്തുന്നതുവരെ വലിയൊരു ആക്രമണത്തിലൂടെ അവരെ അരിഞ്ഞു വീഴ്ത്തി. ശേഷിച്ച ബത്തൂലിയ നിവാസികൾ അസീറിയക്കാരുടെ പാളയം ആക്രമിച്ച് അവരെ കൊള്ള ചെയ്യുകയും അങ്ങനെ അവർ വലിയ ധനികരാവുകയും ചെയ്തു. സംഹാരം കഴിഞ്ഞ് മടങ്ങിവന്ന ഇസ്രായേൽക്കാർ ശേഷിച്ചത് കൈവശപ്പെടുത്തി. അങ്ങനെ സമതലത്തിലും മലമ്പ്രദേശത്തും ഉണ്ടായിരുന്ന ഗ്രാമങ്ങളും പട്ടണങ്ങളും ധാരാളം കൊള്ളമുതൽ സ്വന്തമാക്കി. കാരണം അവ അത്രയധികം ഉണ്ടായിരുന്നു. കർത്താവ് ഇസ്രായേലിന് ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കാനും യൂഥിത്തിനെ സന്ദർശിച്ച് മംഗളം ആശംസിക്കാനും പ്രധാന പുരോഹിതനായ യോവാക്യമും ജെറുസലേമിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാരുടെ ആലോചനാ സംഘവും വന്നെത്തി. അവർ അവളുടെ അടുക്കലെത്തിയപ്പോൾ അവരെല്ലാവരും ഏകസ്വരത്തിൽ അവളെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നീ ജെറുസലേമിന്റെ ഔന്നത്യമാണ്, നീ ഇസ്രായേലിന്റെ വൻ പ്രതാപമാണ്, നീ നമ്മുടെ വംശത്തിന്റെ മഹാഭിമാനമാണ്. നീ നിന്റെ കരത്താൽ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു. ഇസ്രായേലിന് നീ നന്മകൾ ചെയ്തു. ദൈവം അവയിൽ പ്രസാദിച്ചിരിക്കുന്നു. സർവശക്തനായ കർത്താവിനാൽ നീ എക്കാലവും അനുഗ്രഹീതയാകട്ടെ. ജനമെല്ലാം പറഞ്ഞു, അങ്ങനെയാകട്ടെ. ജനമെല്ലാം 30 ദിവസം പാളയം കൊള്ളയടിച്ചു. അവർ ഹോളോഫർണസിന്റെ കൂടാരവും എല്ലാ വെള്ളിത്തട്ടങ്ങളും ശയ്യകളും പാത്രങ്ങളും അവന്റെ എല്ലാ ഗൃഹോപകരണങ്ങളും യൂഥിത്തിന് നൽകി. അവൾ അവ സ്വീകരിച്ച് തന്റെ കഴുതപ്പുറത്ത് കയറ്റുകയും വണ്ടികൾ കൂട്ടിയിണക്കി സാധനങ്ങൾ അതിൽ കൂമ്പാരം കൂട്ടുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകളെല്ലാവരും അവളെ കാണാൻ ഓടിക്കൂടി. അവർ അവളെ അഭിനന്ദിച്ചു. ചിലർ അവളുടെ മുമ്പിൽ നൃത്തം ചെയ്തു. അവളാകട്ടെ മരച്ചില്ലകൾ കരങ്ങളിലെടുത്ത് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾക്ക് കൊടുത്തു. അനന്തരം അവളും കൂടെയുണ്ടായിരുന്നവരും ഒലിവിലകൾ കൊണ്ട് കിരീടമുണ്ടാക്കി അണിഞ്ഞു. അവൾ ജനത്തിന്റെ എല്ലാം മുമ്പിൽ നൃത്തം ചെയ്ത് ആ മഹിളകളെയെല്ലാം നയിച്ചുകൊണ്ടു പോയപ്പോൾ ആയുധധാരികളായ ഇസ്രായേൽ പുരുഷന്മാർ പൂമാലകൾ അണിഞ്ഞ് തങ്ങളുടെ അധരങ്ങളിൽ ഗീതങ്ങളുമായി അവരെ അനുഗമിച്ചു. അങ്ങനെ യൂഥിത്ത് ഇസ്രായേൽ മുഴുവനുമായി കൃതജ്ഞതാസ്തോത്രം ആരംഭിച്ചു. ജനമെല്ലാം ആ സ്തുതിഗീതം ഉച്ചത്തിൽ ഏറ്റുപാടി. യൂഥിത്തിന്റെ പുസ്തകം 16-ാം അധ്യായം. യൂഥിത്ത് ഇങ്ങനെ ചൊല്ലി, എന്റെ ദൈവത്തിന് തമ്പുരുമീട്ടാൻ ആരംഭിക്കുവിൻ. കൈത്താളത്താൽ നാഥനായി പാടുവിൻ. അവിടുത്തേക്കായി ഒരു കീർത്തനമുയർത്തുവിൻ. സ്തുതികളാൽ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ കർത്താവാണ് യുദ്ധങ്ങൾ തകർക്കുന്ന ദൈവം. അവിടുത്തെ പാളയങ്ങൾ ജനത്തിനു മധ്യേയാണ്. എന്നെ പിന്തുടരുന്നവരുടെ കയ്യിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. വടക്കുള്ള പർവ്വതങ്ങളിൽ നിന്ന് അസീറിയക്കാരൻ വന്നു. തന്റെ 10,000 യോദ്ധാക്കളുമായി അവൻ വന്നു. അവരുടെ ഗണം താഴ്വരകൾ തടസ്സപ്പെടുത്തി. അവരുടെ കുതിരപ്പട കുന്നുകളെ മൂടി. എന്റെ ദേശങ്ങൾ അഗ്നിക്കിരയാക്കാൻ, എന്റെ യുവാക്കളെ വാളിനിരയാക്കാൻ, എന്റെ പൈതങ്ങളെ നിലത്തടിക്കാൻ, എന്റെ കുട്ടികളെ ഇരയായി നൽകാൻ, എന്റെ കന്യകകളെ കൊള്ളമുതലാക്കാൻ അവൻ കൽപ്പിച്ചു. സർവശക്തനായ കർത്താവ് ഒരു സ്ത്രീയുടെ കൈയാൽ അവരെ തകിടം മറിച്ചു. യുവാക്കളാലല്ല അവരുടെ ശക്തൻ വീണത്, മല്ലന്മാരുടെ മക്കളല്ല അവനെ തകർത്തത്. അതികായന്മാർ അവന്റെ മേൽ പതിച്ചില്ല. എന്നാൽ മെറാറിയുടെ പുത്രി യൂഥിത്ത് തന്റെ വദന ലാവണ്യത്താൽ അവനെ ബലഹീനനാക്കി.
ഇസ്രായേലിൽ മർദ്ദിതരായവരുടെ ഉയർച്ചയ്ക്കായി അവൾ തൻ്റെ വൈധവ്യ വസ്ത്രം മാറ്റി. അവൾ തൻ്റെ മുഖം സുഗന്ധതൈലത്താൽ ലേപനം ചെയ്തു. ശിരോഭൂഷണം കൊണ്ട് അവൾ തൻ്റെ കേശം ഒതുക്കി. അവനെ വഞ്ചിക്കാൻ അവൾ ചണവസ്ത്രം ധരിച്ചു. അവളുടെ പാതുകം അവൻ്റെ കണ്ണു കവർന്നു. അവളുടെ സൗന്ദര്യം അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി. എന്നാൽ വാൾ അവൻ്റെ ഗളം ഛേദിച്ചു. പേർഷ്യക്കാർ അവളുടെ ധീരതയിൽ ഭയന്നു വിറച്ചു. മേദിയാക്കാർ അവളുടെ ധൈര്യത്താൽ സ്തബ്ധരായി. എൻ്റെ എളിയവർ നിലവിളിക്കുകയും എൻ്റെ ബലഹീനർ ഭയവിവശരാകുകയും ചെയ്തപ്പോൾ അക്കൂട്ടരോ പരിഭ്രാന്തിയിലാണ്ടു. അവർ തങ്ങളുടെ സ്വരമുയർത്തിയപ്പോൾ അക്കൂട്ടരോ കീഴ്പ്പെടുത്തപ്പെട്ടു. ദാസിപുത്രന്മാർ അക്കൂട്ടരെ കുത്തിപ്പിളർന്നു. അഭയാർത്ഥികളുടെ മക്കളെ എന്നോണം അവർ അവറ്റകളെ മുറിവേൽപ്പിച്ചു. എൻ്റെ കർത്താവിൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ അക്കൂട്ടർ നശിച്ചു. എൻ്റെ ജനത്തിന് ഞാൻ ഒരു പുതിയ കീർത്തനം ആലപിക്കും. കർത്താവെ, അങ്ങ് വലിയവനും മഹിമയാർന്നവനും ശക്തിയിൽ വിസ്മയനും അജയ്യനുമാണ്. അങ്ങയുടെ സൃഷ്ടി മുഴുവനും അങ്ങയെ സേവിക്കട്ടെ. എന്തെന്നാൽ അങ്ങ് അരുൾ ചെയ്തു, അവ ഉളവാക്കപ്പെട്ടു. അങ്ങയുടെ അരൂപിയെ അങ്ങ് അയച്ചു, അത് അവയെ രൂപപ്പെടുത്തി. ആർക്കും അങ്ങേ സ്വരം പ്രതിരോധിക്കാനാവില്ല. എന്തെന്നാൽ പർവ്വതങ്ങൾ അടിത്തറകളിൽ നിന്ന് ജലത്തോടൊപ്പം ഇളകും. അങ്ങയുടെ മുമ്പിൽ പാറകൾ മെഴുകുപോലെ ഉരുകും. എന്നാൽ അങ്ങയെ ഭയപ്പെടുന്നവരോട് അങ്ങ് കരുണ കാണിക്കും. അങ്ങേക്കുള്ള ഓരോ സുരഭില ദ്രവ്യബലിയും നിസ്സാരം. അങ്ങേക്കുള്ള ഓരോ ഹോമയാഗ കൊഴുപ്പും തുച്ഛം. എന്നാൽ കർത്താവിനെ ഭയപ്പെടുന്നവൻ എന്നേക്കും വലിയവനായിരിക്കും. എൻ്റെ ജനത്തിനെതിരെ ഉയരുന്ന ജനതകൾക്ക് ദുരിതം. സർവശക്തനായ കർത്താവ് വിധി ദിനത്തിൽ അവരെ ശിക്ഷിക്കും. അവരുടെ ജഡങ്ങളിലേക്ക് തീയും പുഴുക്കളെയും അയക്കും. വിധിയിൽ അവർ നിത്യം വിലപിക്കും. ജെറുസലേമിലെത്തിയപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു. ജനം ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ ഹോമയാഗങ്ങളും സ്വാഭീഷ്ട കാഴ്ചകളും മറ്റു കാഴ്ചകളും അർപ്പിച്ചു. യൂദിത്ത് ജനം തനിക്ക് നൽകിയ ഹോളോഫർണസിന്റെ എല്ലാ പാത്രങ്ങളും അവന്റെ കിടക്കറയിൽ നിന്ന് അവൾ തനിക്കായി എടുത്തിരുന്ന മേൽക്കട്ടിയും ദൈവത്തിന് നേർച്ചയായി അർപ്പിച്ചു. ജനം ജെറുസലേമിൽ വിശുദ്ധ സ്ഥലത്തിനു മുമ്പിൽ 3 മാസക്കാലം ഉത്സവാഘോഷങ്ങൾ നടത്തി. യൂദിത്തും അവരോടൊപ്പം വസിച്ചു. ആ ദിവസങ്ങൾക്കു ശേഷം അവർ ഓരോരുത്തരും സ്വന്തം അവകാശത്തിലേക്ക് മടങ്ങി. യൂദിത്ത് ബത്തൂലിയായിലേക്ക് തിരിച്ചുപോയി. അവൾ അവിടെ സ്വന്തം സ്ഥലത്ത് വസിച്ചു. അവൾ തൻ്റെ ജീവിതകാലം മുഴുവൻ ദേശത്തെല്ലാം ആദരണീയയായിരുന്നു. അവളെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു. എന്നാൽ തൻ്റെ ഭർത്താവ് മനസ്സെ മരിച്ച് അവൻ്റെ ജനത്തോട് ചേർന്ന ദിവസം മുതൽ തൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും അവൾ ഒരു പുരുഷനെയും അറിഞ്ഞില്ല. അവളുടെ യശസ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ വൃദ്ധയായി 105 വയസ്സുവരെ ഭർതൃഗൃഹത്തിൽ കഴിഞ്ഞു. തൻ്റെ വിശ്വസ്തദാസിയെ അവൾ സ്വതന്ത്രയാക്കി. അവൾ ബത്തൂലിയായിൽ വച്ച് മൃതിയടഞ്ഞു. തൻ്റെ ഭർത്താവായ മനാസയുടെ ഗുഹയിൽ അവർ അവളെ സംസ്കരിച്ചു. ഇസ്രായേൽ ഭവനം അവളെ പ്രതി 7 ദിവസം ദുഃഖമാചരിച്ചു. അവൾ തൻ്റെ മരണത്തിനു മുമ്പ് തനിക്കുണ്ടായിരുന്നവ ഭർത്താവായ മനാസയുടെ എല്ലാ ഉറ്റബന്ധുക്കൾക്കും തൻ്റെ ഉറ്റബന്ധുക്കൾക്കും വീതിച്ചു കൊടുത്തിരുന്നു. യൂദിത്തിന്റെ കാലത്തോ അവളുടെ മരണത്തിനു ശേഷം ദീർഘകാലത്തേക്കോ ആരും തന്നെ ഇസ്രായേൽക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം. നബുക്കദ്നേസർ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ വിപ്രവാസികളായ മുഖ്യശ്രേഷ്ഠർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ജനത്തിനും ജെറമിയ പ്രവാചകൻ ജെറുസലേമിൽ നിന്നയച്ച കത്തിലെ വചനങ്ങളാണ് ഇവ. യെക്കോണിയ രാജാവും രാജമാതാവും ഷണ്ഡന്മാരും യൂദയായിലെയും ജെറുസലേമിലെയും പ്രഭുക്കന്മാരും ശില്പികളും ലോഹപ്പണിക്കാരും ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷമാണ് ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ അടുത്തേക്ക് യൂദാ രാജാവായ സെദക്കിയ അയച്ചവനും ഹിൽക്കിയായുടെ പുത്രനുമായ ഗമറിയായുടെയും ഷാഫാന്റെ പുത്രൻ എലാസായുടെയും കൈവശം ബാബിലോണിലേക്ക് ഇതയച്ചത്. ജെറുസലേമിൽ നിന്നും ബാബിലോണിലേക്ക് ഞാൻ പ്രവാസികളാക്കിയ സകല പ്രവാസികളോടും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങൾ വീടുകൾ പണിത് പാർക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കുവിൻ, ഭാര്യമാരെ സ്വീകരിച്ച് പുത്രിപുത്രന്മാർക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രന്മാർക്കായി ഭാര്യമാരെ തിരഞ്ഞെടുക്കുവിൻ, പുത്രിമാരെ ഭർത്താക്കന്മാർക്ക് നൽകുവിൻ. അവരും പുത്രിപുത്രന്മാരെ പ്രസവിക്കട്ടെ. നിങ്ങൾ അവിടെ പെരുകണം, നിങ്ങൾ കുറഞ്ഞു പോകരുത്. ഞാൻ നിങ്ങളെ പ്രവാസികളാക്കിയിരിക്കുന്ന നഗരത്തിന്റെ ക്ഷേമം തേടുവിൻ. അവൾക്കു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. എന്തെന്നാൽ അവളുടെ ക്ഷേമത്തിലാണ് നിങ്ങൾക്കുള്ള ക്ഷേമം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു:
നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നം വയ്ക്കുന്നവരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്തെന്നാൽ അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്നത് വ്യാജമാണ്. ഞാൻ അവരെ അയച്ചിട്ടില്ല. കർത്താവിൻ്റെ അരുളപ്പാട്. നിശ്ചയമായും കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്ന സദ്വചനം ഞാൻ നിറവേറ്റും. എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എനിക്കറിയാം. നാശത്തിനുള്ളതല്ല, നിങ്ങൾക്ക് ഭാവിയും പ്രത്യാശയും നൽകാനുള്ള ക്ഷേമ പദ്ധതികൾ. കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളെ ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഞാൻ നിങ്ങൾക്ക് ദൃശ്യനാകും. കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ അടിമത്തം നീക്കിക്കളയും. എല്ലാ ജനതകളിൽ നിന്നും ഞാൻ നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ വിപ്രവാസത്തിലേക്ക് അയച്ചുവോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരികെ കൊണ്ടുവരും. കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് നമുക്കായി ബാബിലോണിൽ പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെയും ഈ നഗരത്തിൽ വസിക്കുന്ന ജനത്തെയും, അതായത് നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് പോകാത്ത നിങ്ങളുടെ സഹോദരന്മാരെയും കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, ഞാൻ അവർക്കിടയിൽ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും അയക്കും. അവരെ ഞാൻ ചീഞ്ഞത് നിമിത്തം ഭക്ഷിക്കപ്പെടാത്ത പൊട്ടിത്തുറന്ന അത്തിപ്പഴങ്ങൾ പോലെയാക്കും. സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഞാൻ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് അവരെ പിന്തുടരും. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും അവരെ ഭീഭത്സ വസ്തുവായും ഞാൻ അവരെ ചിതറിച്ച സകല ജനതകളുടെ ഇടയിലും ശാപത്തിനും സംഭ്രമത്തിനും പരിഹാസത്തിനും അവജ്ഞയ്ക്കുമായും അവരെ വിട്ടുകൊടുക്കും. ഇത് എൻ്റെ വചനങ്ങൾ അവർ ശ്രവിക്കാതിരുന്നതിന് പകരമാണ്. കർത്താവിൻ്റെ അരുളപ്പാട്. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഞാൻ അവരുടെ പക്കലേക്ക് നിരന്തരം അയച്ചിട്ടും അവർ കേട്ടില്ല. കർത്താവിൻ്റെ അരുളപ്പാട്. അതിനാൽ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പ്രവാസികളായി ഞാൻ അയച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. എൻ്റെ നാമത്തിൽ നിങ്ങളോട് വ്യാജം പ്രവചിക്കുന്ന കോലായായുടെ പുത്രൻ ആഹാബിനെ കുറിച്ചും മാസായായുടെ പുത്രൻ സെദക്കിയായെ കുറിച്ചും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, അവരെ ഞാൻ ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് അവൻ അവരെ വധിക്കും. ബാബിലോണിലുള്ള യൂദാ പ്രവാസികൾക്കായി അവരിൽ നിന്ന് ഇപ്രകാരം ഒരു ശാപവാക്യം രൂപം കൊള്ളും: കർത്താവ് നിന്നെ ബാബിലോൺ രാജാവ് തീയിൽ ചുട്ട സെദക്കിയായെ പോലെയും ആഹാബിനെ പോലെയും ആക്കട്ടെ. അവർ അയൽക്കാരുടെ ഭാര്യമാരുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും ഞാൻ അവരെ അനുശാസിക്കാതെ തന്നെ എൻ്റെ നാമത്തിൽ വ്യാജം സംസാരിക്കുകയും ഇസ്രായേലിൽ അശ്രീകരം പ്രവർത്തിക്കുകയും ചെയ്തതിനാലാണിത്. ഞാനാണ് അറിയുന്നവനും സാക്ഷിയും. കർത്താവിൻ്റെ അരുളപ്പാട്. നെഹലാമിനായ ഷെമായായോട് നീ ഇപ്രകാരം പറയണം: ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നീ ജെറുസലേമിലുള്ള ജനത്തിനു മുഴുവനും പുരോഹിതനായ മാസയായുടെ പുത്രൻ സെഫാനിയാക്കും എല്ലാ പുരോഹിതന്മാർക്കും നിന്റെ നാമത്തിൽ ഇപ്രകാരം കത്തുകൾ അയച്ചു: കർത്താവ് യഹോയാദയ്ക്ക് പകരം നിന്നെ പുരോഹിതനായി നിയോഗിച്ചത് സ്വയം പ്രവാചകനാകുന്ന ഓരോ ഭ്രാന്തനും നീ ദേവാലയത്തിൽ അധികാരിയായിരിക്കുന്നതിനും അവനെ തടവിലേക്കും കഴുത്തുവിലങ്ങിലേക്കും വിട്ടുകൊടുക്കുന്നതിനും വേണ്ടിയാണ്. എന്നിട്ടിപ്പോൾ നിങ്ങൾക്കായി സ്വയം പ്രവാചകനായിരിക്കുന്ന അനാത്തോത്തുകാരൻ ജെറമിയായെ ശാസിക്കാത്തതെന്ത്? നിശ്ചയമായും അതുകൊണ്ടല്ലേ അവൻ ഇത് ദീർഘിക്കും, വീടുകൾ പണിതു പാർക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലമനുഭവിക്കുവിൻ എന്ന് പറയാനായി ബാബിലോണിൽ ഞങ്ങളുടെ പക്കലേക്ക് ആളയച്ചത്. പുരോഹിതനായ സെഫാനിയ ജെറമിയ പ്രവാചകൻ കേൾക്കെ ഈ കത്ത് വായിച്ചു. അപ്പോൾ കർത്താവിന്റെ വചനം ജെറമിയായുടെ പക്കൽ ഇപ്രകാരം ഭവിച്ചു: നീ ആളയച്ച് എല്ലാ പ്രവാസികളോടും ഇപ്രകാരം പറയുക: നെഹലാമിനായ ഷെമായായെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഞാൻ അയക്കാഞ്ഞിട്ടും അവൻ നിങ്ങളോട് പ്രവചിക്കുകയും നിങ്ങൾ വ്യാജത്തിൽ ആശ്രയിക്കാനിടയാക്കുകയും ചെയ്തതിനാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, ഞാൻ നെഹലാമിനായ ഷെമായായെയും അവന്റെ സന്തതിയെയും ശിക്ഷിക്കും. ഈ ജനത്തിന്റെ മധ്യേ വസിക്കുന്നവനായി അവന് ഒരാളും ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ജനത്തിനായി ഞാൻ ചെയ്യുന്ന നന്മ അവൻ കാണുകയുമില്ല.
എന്തെന്നാൽ അവൻ കർത്താവിനെ കുറിച്ച് പാഷണ്ഡത സംസാരിച്ചിരിക്കുന്നു. കർത്താവിന്റെ അരുളപ്പാട്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 28-ാം അധ്യായം. രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് മാൾട്ട എന്നു പേരുള്ള ദ്വീപാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ ദയ കാണിച്ചു. അപ്രതീക്ഷിതമായുണ്ടായ മഴ നിമിത്തവും തണുപ്പ് നിമിത്തവും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു. പൗലോസ് കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കി കൂട്ടി തീയിലിട്ടു. അപ്പോൾ ഒരു അണലി ചൂടേറ്റ് പുറത്തു ചാടി അവന്റെ കയ്യിൽ ചുറ്റി. പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണ്. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല. അവൻ ആ ജീവിയെ തീയിലേക്ക് കുടഞ്ഞിട്ടു. അവന് അപകടമൊന്നും സംഭവിച്ചില്ല. അവൻ നീരുവന്ന് വീർക്കുകയോ പെട്ടെന്ന് മരിച്ചു വീഴുകയോ ചെയ്യുമെന്ന് അവർ കരുതി. ഏറെ നേരം കാത്തിരുന്നിട്ടും അവന് അപകടമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ മനം മാറ്റി അവൻ ഒരു ദേവനാണെന്ന് പറഞ്ഞു. ആ സ്ഥലത്തിനടുത്ത് ദ്വീപിന്റെ പ്രമാണിയായ പോപ്ലിയോസിന് കുറെ ഭൂമിയുണ്ടായിരുന്നു. അവൻ ഞങ്ങളെ സ്വീകരിച്ച് 3 ദിവസം താൽപര്യപൂർവ്വം സൽക്കരിച്ചു. പോപ്ലിയോസിന്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈകൾ വച്ച് അവനെ സുഖപ്പെടുത്തി. ഇത് സംഭവിച്ചപ്പോൾ ദ്വീപിലുണ്ടായിരുന്ന മറ്റു രോഗബാധിതരും അവന്റെ അടുക്കൽ വരികയും സുഖപ്പെടുകയും ചെയ്തു. അവർ ഞങ്ങളോട് വളരെയേറെ ബഹുമാനം കാണിച്ചു. ഞങ്ങൾ കപ്പൽ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്നു തന്നു. 3 മാസത്തിനു ശേഷം ആ ദ്വീപിൽ ശീതകാലത്ത് നങ്കൂരമിട്ടിരുന്നതും ദിയോസ്കുറോയുടെ ചിഹ്നമുള്ളതുമായ ഒരു അലക്സാൻഡ്രിയൻ കപ്പലിൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ സിറാക്കൂസിലിറങ്ങി 3 ദിവസം താമസിച്ചു. അവിടെ നിന്ന് തീരം ചുറ്റി റഗിയോണിൽ വന്നു. 1 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തെക്കൻ കാറ്റ് വീശുകയാൽ 2-ാം ദിവസം ഞങ്ങൾ പൊത്തിയോളസിലെത്തി. അവിടെ ഞങ്ങൾ സഹോദരരെ കണ്ടു. തങ്ങളോട് കൂടെ 7 നാൾ താമസിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ ഞങ്ങൾ റോമായിൽ എത്തിച്ചേർന്നു. അവിടെയുള്ള സഹോദരർ ഞങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞങ്ങളെ സ്വീകരിക്കാൻ ആപ്പിയൂസ് ഫോറവും ത്രിമണ്ഡപവും വരെ വന്നു. അവരെ കണ്ടപ്പോൾ പൗലോസ് ദൈവത്തിന് നന്ദി പറയുകയും ധൈര്യമാർജിക്കുകയും ചെയ്തു. ഞങ്ങൾ റോമായിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടയാളിയുടെ കാവലോടെ ഇഷ്ടമുള്ളിടത്ത് താമസിക്കാൻ പൗലോസിന് അനുവാദം ലഭിച്ചു. 3 ദിവസം കഴിഞ്ഞ് അവിടെയുണ്ടായിരുന്ന യഹൂദ നേതാക്കന്മാരെ അവൻ വിളിച്ചുകൂട്ടി. അവർ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, സഹോദരരെ, ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ എതിരായി ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ജെറുസലേമിൽ വെച്ച് തടവുകാരനായി റോമാക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവർ വിചാരണ ചെയ്തപ്പോൾ മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമൊന്നും കാണായികയാൽ എന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു. യഹൂദർ എതിർത്തതുമൂലം എന്റെ ജനതയ്ക്കെതിരെ ഒന്നും ആരോപിക്കാനില്ലെങ്കിലും സീസറിന്റെ സമക്ഷം ഉപരിവിചാരണ ആവശ്യപ്പെടാൻ ഞാൻ നിർബന്ധിതനായി. ഇക്കാരണത്താലാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചുകൂട്ടിയത്. എന്തെന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാശയെ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നത്. അവർ അവനോട് പറഞ്ഞു, നിന്നെക്കുറിച്ച് യൂദയായിൽ നിന്ന് ഞങ്ങൾക്ക് കത്തൊന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ വന്ന സഹോദരരിൽ ആരും നിനക്കെതിരായി വിവരം തരുകയോ ദോഷകരമായി ഒന്നും സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല. നീ വിചാരിക്കുന്നത് എന്തെന്ന് നിന്നിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ഞങ്ങൾക്കറിയാം. ഈ മതപക്ഷത്തെ എല്ലായിടത്തും എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അവർ അവനുമായി പറഞ്ഞുറപ്പിച്ച ദിവസം നിരവധി ആളുകൾ അവന്റെ വാസസ്ഥലത്ത് വന്നു. അവൻ രാവിലെ മുതൽ സന്ധ്യ വരെ അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും നിന്ന് യേശുവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവരോട് വിശദീകരിച്ചു. അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യമായി, മറ്റു ചിലർക്ക് വിശ്വാസമായില്ല. അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഒരു വാക്ക് പറഞ്ഞു, പരിശുദ്ധാത്മാവ് യേശയ്യാ പ്രവാചകനിലൂടെ നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. നീ പോയി ഈ ജനത്തോട് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. എന്തെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം കഠിനമായിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുകയെന്നത് അസാധ്യം. അതിനാൽ നിങ്ങൾ ഇതറിഞ്ഞുകൊള്ളുവിൻ, ദൈവത്തിന്റെ ഈ രക്ഷ ജനതകളുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. അവർ അത് കേൾക്കുകയും ചെയ്യും.
അവൻ സ്വന്തം ചെലവിൽ 2 വർഷം മുഴുവൻ താമസിച്ചു. തൻ്റെ പക്കലേക്ക് വന്നവരെയെല്ലാം അവൻ സ്വാഗതം ചെയ്തിരുന്നു. അവൻ ദൈവരാജ്യം പ്രഘോഷിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പൂർണ്ണ ധൈര്യത്തോടെ നിർബാധം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.